പൂരവും കഴിഞ്ഞു, വെടിക്കെട്ടുകാർ പോവുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞാണ് ചാണ്ടി ഉമ്മന്റെ ഒരു വ്യത്യസ്തമായ പ്രതിഷേധം. നമുക്കറിയാം, നവകേരള സദസ്സ് യാത്ര ആരംഭിച്ചതിന് ശേഷം വി.ഡി. സതീശൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ ഡിവൈഎഫ്ഐക്കാർ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയെന്നും അല്ലെങ്കിൽ അവരെ ആക്രമിച്ചെന്നും ഒക്കെ രീതിയിലുള്ള ആക്ഷേപങ്ങൾ വന്ന സമയത്ത് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ആക്രമിച്ചു എന്ന ആരോപണം നിലനിൽക്കുകയാണ്. വി.ഡി. സതീശൻ അടുത്ത ദിവസം ഇനി വേണമെങ്കിൽ ഞങ്ങൾ ജനപ്രതിനിധികൾ റോഡിലിറങ്ങി പ്രതിഷേധിക്കും, കരിങ്കൊടി കാണിക്കുമെന്നൊക്കെ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊരു രീതിയിലേക്കൊന്നും തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷം പോയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അവസാനം ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് അന്ന് വി.ഡി. സതീശൻ പറഞ്ഞ ആ പ്രതിഷേധ തീരുമാനം അല്ലെങ്കിൽ ആ പ്രതിഷേധ രീതി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ, അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളിയിലെ നിലവിലെ എംഎൽഎയുമായ ചാണ്ടി ഉമ്മൻ നടത്തിയത്. നേരത്തെ കോൺഗ്രസിന്റെ DGP ഓഫീസിലേക്കുള്ള മാർച്ചിൽ ഇത്തരത്തിൽ പോലീസിന്റെ ജലപീരങ്കിയെയും അല്ലെങ്കിൽ ടിയർ ഗ്യാസിനെയും ഒക്കെ നേരിട്ട് ദേഹാസ്വാസ്ഥ്യം മൂലം കെ സുധാകരനൊപ്പം തന്നെ ചാണ്ടി ഉമ്മനും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മന് വേണ്ടത്ര രീതിയിലുള്ളൊരു പബ്ലിസിറ്റി ഇന്ന് ലഭിച്ചില്ല. അത്തരത്തിലുള്ള മാധ്യമ ശ്രദ്ധയോ പരിഗണനയോ ഒന്നും നൽകിയിരുന്നില്ല. കാരണം ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അത്യാവശ്യം മാധ്യമ ശ്രദ്ധയും മൈലേജും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ പരിപാടിയിൽ കാര്യമായി ഒന്നും തന്നെ ചാണ്ടി ഉമ്മന് ചെയ്യാനോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ പോലും ശ്രദ്ധയാകർഷിക്കാനോ ചാണ്ടി ഉമ്മന് സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്തും കാര്യമായും സുധാകരന്റെ ഒക്കെ പ്രതികരണമാണ് മാധ്യമപ്രവർത്തകർ തേടിയിരുന്നത്. ഇതിനിടയിൽ അവിടെ എവിടെയോ ചാണ്ടി ഉമ്മൻ കിടന്നിരുന്നു. പക്ഷേ അത് കൃത്യമായി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ ഒരു മാധ്യമ ശ്രദ്ധ ഇന്ന് ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ തനിക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയ ഉടൻ തൻ്റെ തൂവെള്ള കച്ചർ വസ്ത്രവും മുണ്ടും ഒക്കെ മാറ്റി കറുത്ത ഷർട്ടും കറുത്ത മുണ്ടും ഒരു കസേരയുമൊക്കെയായി പുതുപ്പള്ളി ഹൗസിന് മുൻപിൽ റോഡിന് സമീപത്തായി അദ്ദേഹം ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. സ്വാഭാവികമായും മാധ്യമ ശ്രദ്ധ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ജനപ്രതിനിധികൾ ആരും തന്നെ ഈ നവകേരള സദസ്സിനെതിരെ നേരിട്ട് രംഗത്തെത്തുകയോ അല്ലെങ്കിൽ നേരിട്ട് ഇത്തരത്തിൽ കരിങ്കൊടി പ്രതിഷേധത്തിനൊന്നും പോയിരുന്നില്ല. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ യൂത്ത് കോൺഗ്രസിന്റെ സമരം സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ വി.ഡി. സതീശൻ എത്തിയിരുന്നു. പക്ഷേ എങ്കിൽ പോലും മുഖ്യമന്ത്രിയുമായ ഒരു നേരിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധത്തിന് ഇവരാരും തന്നെ ഇതുവരെ മുതിർന്നിരുന്നില്ല. പക്ഷേ ആ ഒരു കീഴ്വഴക്കമാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഇന്നിപ്പോൾ എന്തായാലും ചാണ്ടി ഉമ്മൻ തെറ്റിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചാണ്ടി ഉമ്മന്റെ പുതിയൊരു സമര രീതി കാണേണ്ടി വന്നത്. ഒരു വ്യത്യസ്തമായ ഒറ്റയാൾ സമരമാണ് അദ്ദേഹം ഇന്ന് നടത്തിയത്. മുഖ്യമന്ത്രിക്കെതിരെ എന്ന് മാത്രമല്ല, ഇന്ന് DGP ഓഫീസിലേക്കുള്ള മാർച്ച്, KPCCയുടെ DGP ഓഫീസിലേക്കുള്ള മാർച്ചിനിടെ നേതാക്കൾ, അതായത് ക്യാബിനറ്റ് പദവിയിലുള്ളവരും അതോടൊപ്പം തന്നെ MP-മാരും അടക്കമുള്ള നേതാക്കൾ ഉള്ള സമയത്ത് നടന്ന പോലീസ് നടപടിക്കെതിരെയും പ്രതിഷേധിച്ചുകൊണ്ടാണ് താൻ ഒറ്റയാൾ സമരം നടത്തുന്നത്. മാധ്യമപ്രവർത്തകരോട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ ഈ ബസ് ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുക എന്ന രീതിയിലൊക്കെ പ്രതികരിക്കുമായിരിക്കുമെന്നൊക്കെയാണ് നമ്മൾ കരുതിയത്. പക്ഷെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവിടെ വ്യക്തമായിരുന്നു. എന്തായാലും പലരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ഷേപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നേമം മണ്ഡലത്തിന്റെ നവകേരള സദസ്സ് ഈ പുത്തരിക്കണ്ട മൈതാനിയിലാണ് നടക്കാൻ പോകുന്നത്. അങ്ങോട്ടേക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോയിരുന്നത്. ആ സമയത്താണ് ഇത്തരം ഒരു വ്യത്യസ്തമായ സമരം പുതുപ്പള്ളി ഹൗസിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം ഈ കറുത്ത വേഷത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കറുത്ത ഷർട്ട്, കറുത്ത മുണ്ട് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രി കടന്നു പോകുന്നവരെയാണോ ചാണ്ടി ഇവിടെ തുടരുന്നത്? ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്റെ സ്വാതന്ത്ര്യത്തിൽ. അല്ല, അവര് രക്ഷിക്കുമെന്നാണ് പറയുന്നത്. മറ്റൊരു തരത്തിലും എല്ലാവരും രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ രക്ഷിക്കുവാണല്ലോ. എന്നെ ആക്രമിച്ചാലും എനിക്കത് പ്രശ്നമില്ല, ഞാനത് സ്വീകരിക്കും. എനിക്കത് പ്രശ്നമല്ല. എന്നെ ആക്രമിച്ചാലും എനിക്ക് എന്റെ സഹോദരന്മാർക്ക് വേണ്ടി, എന്റെ യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഒരു സഹപ്രവർത്തകൻ ഇന്ന് വന്നപ്പോൾ അദ്ദേഹത്തിനോട് കരിങ്കൊടി ആണ് നിങ്ങളുടെ ഷട്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം എന്റെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പറിനോട് കറുപ്പിടില്ലെന്ന് പറയുന്നു. ഇന്ന് എന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് ടിയർ ഗ്യാസ് ഷെല്ലടിക്കുന്നു. എന്റെ നേതാവ് KPCC പ്രസിഡന്റ് ആശുപത്രിയിലേക്ക് പോണ്ടി വരുന്നു. ഈ ഓർത്തു നോക്കണം, ഒരു പ്രതിപക്ഷത്തെ ഈ സമരം ഇങ്ങനെ നേരിടേണ്ട കാര്യമുണ്ടോ? അതാണ് പ്രതിഷേധം. എന്തായാലും ചിലപ്പോൾ ഈ വീടിന് ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വാഹനവ്യൂഹമോ മുഖ്യമന്ത്രിയുടെ ഈ അത്രയും അത്യാഡംബരം എന്നൊക്കെ പറഞ്ഞിരുന്ന വാഹനമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഒന്നും കാണാൻ കഴിയില്ല.
എന്നാൽ വീടിന് പുറത്തിറങ്ങി നിന്നാലോ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ചാണ്ടി ഉമ്മൻ വഴിയിൽ കാത്തു നിന്നു എന്നുള്ളൊരു ആക്ഷേപവും വരും. ഇപ്പോൾ ഇതാകുമ്പോൾ രണ്ടും നടക്കും, അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ രണ്ട് കാര്യവും നടക്കും, പ്രതിഷേധവും നടക്കും, വാഹനം കാണുകയും ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ട്രോളുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും സാക്ഷാൽ ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കുന്ന ഒരു അടവ് നയമാണ് അല്ലെങ്കിൽ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റ് പല നേതാക്കളും ഇപ്പോൾ ഷാഫി പറമ്പിലടക്കമുള്ള MLA-മാർ അവരൊക്കെ ഈ യുവനിരയിൽ മുൻപിൽ നിൽക്കുന്ന സമരങ്ങളിലൊക്കെ മുമ്പിൽ നിൽക്കുന്ന ആളുകളാണ്. ഷാഫി പറമ്പിൽ MLA ഒക്കെ നമുക്കറിയാം. ഈ യൂത്ത് കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയും അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനൊക്കെ വരുമ്പോഴും പോലീസ് നടപടിയൊക്കെ നടക്കുമ്പോഴും പോലീസ് ലാത്തിച്ചാർജൊക്കെ വീശുമ്പോഴും അവരെ രക്ഷപ്പെടുത്താനും ഒക്കെ എത്തിയിരുന്നതും അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ പോലീസിന് മുമ്പിൽ നിന്ന് ആക്രോശിക്കാനും ഒക്കെ നേതൃത്വം നൽകിയിരുന്നത് ഷാഫി പറമ്പിൽ MLA ആണ്. അത്തരത്തിൽ ഈ ഷാഫി പറമ്പിൽ MLA അടക്കമുള്ളവരാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും നമ്മൾ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവുക എന്നാണ് നമ്മൾ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവരെല്ലാം കവച്ചു വെച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഇത്തരത്തിലൊരു ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത്. KPCC-യുടെ അനുമതിയോടുകൂടിയാണോ, KPCC പ്രസിഡന്റ് അറിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ KPCC-യിൽ അറിയിക്കാതെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു തനിയെ ഒരു ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി ഇത്തരം ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്, എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടായി മുന്നിൽ നിൽപ്പുണ്ട്. ഇപ്പോഴാണ്, ഈ സാഹചര്യത്തിലാണ് ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഓർക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തും ഇത്തരത്തിൽ ഒരു പ്രതിഷേധം KPCC അറിയാതെ ഒരു പ്രതിഷേധം നടത്തി. തന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ പേരുള്ള ആര്യാടൻ ഫൗണ്ടേഷന്റെ ഭാഗമായി കൊണ്ടാണ് പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയത്. പക്ഷേ ഈ പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തി എന്ന കാരണം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുക്കുകയും കോൺഗ്രസിന്റെ പലസ്തീൻ ഐക്യദാർഢ്യ റാലി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടന്ന പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിലുമൊന്നും അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചിരുന്നില്ല. അത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ ചില നടപടികളൊക്കെ സ്വീകരിക്കുകയും കാരണം കാണിക്കൽ അച്ചടക്ക സമിതിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷേ അത് ഈ കോൺഗ്രസിനോട് ആലോചിക്കാതെ പ്രതിഷേധം നടത്തിയെന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ചാണ്ടി ഉമ്മനെതിരെ നടപടി എടുത്തുകൂടാ എന്നുള്ളൊരു ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നിൽ വരുന്നുണ്ട്. എന്തായാലും ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. രാവിലത്തെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു, അല്ലെങ്കിൽ രാവിലത്തെ DGP ഓഫീസിലേക്കുള്ള KPCC-യുടെ മാർച്ചിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ വേണ്ടത്ര പ്രാധാന്യം തനിക്ക് ലഭിക്കുമെന്നൊക്കെ കരുതിക്കൊണ്ടാണ് അവിടെ എത്തിയതെങ്കിൽ പോലും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു വ്യത്യസ്തനായിക്കൊണ്ട് തന്നെ എന്തുകൊണ്ടും മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കറുപ്പ് കാണിക്കാൻ അല്ലെങ്കിൽ കരികൊടി കാണിക്കാൻ തനിക്ക് മാത്രമേ ആയിട്ടുള്ളൂ. ഒരു ജനപ്രതിനിധി, ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു പ്രതിപക്ഷ MLA എന്ന നിലയിൽ തനിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു ഖ്യാതി അതെന്തായാലും ഇനി കാലങ്ങളോളം ഉണ്ടാകുമെന്നുള്ളൊരു ആ കാര്യങ്ങളെല്ലാം തന്നെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ചാണ്ടി ഉമ്മൻ കളിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.